ഈ മാസം അവസാനം വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്താൻ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ക്ഷണിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. സെപ്റ്റംബർ 29-നാണ് നെതന്യാഹുവിന്റെ യു.എസ്. സന്ദർശനം. അന്ന് തന്നെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയെയും നെതന്യാഹു അഭിസംബോധന ചെയ്യും. ജെറുസലേമിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് നെതന്യാഹു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. തിങ്കളാഴ്ച ഒരു ഫോൺ കോളിനിടെയാണ് തനിക്ക് ക്ഷണം ലഭിച്ചതെന്നും നെതന്യാഹു പറഞ്ഞു. സെപ്റ്റംബർ 9-ന് ഖത്തറിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ട്രംപുമായി നിരവധി സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അവയെല്ലാം നല്ലതായിരുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റെടുത്തതിനു ശേഷം വൈറ്റ് ഹൌസിൽ നേതാക്കൾ തമ്മിലുള്ള 4ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് യു.എസ്. പിന്തുണ നൽകുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന കൂടിക്കാഴ്ച. ചൊവ്വാഴ്ച പുലർച്ചെ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ നിന്ന് ഖത്തറിലേക്ക് പറന്നതോടെയാണ് ആക്രമണം ആരംഭിച്ചത്. ട്രംപിനെ ആക്രമണത്തെക്കുറിച്ച് അറിയിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ആക്രമണത്തിന് ഇസ്രായേൽ മാത്രമാണ് ഉത്തരവാദിയെന്നുള്ള തന്റെ പ്രസ്താവന നെതന്യാഹു ആവർത്തിച്ചു. അതേസമയം ഗാസ നഗരത്തിൽ സൈന്യം പ്രവർത്തിക്കുമ്പോൾ ബന്ദികളെ ദ്രോഹിക്കുന്നതിനെതിരെ നെതന്യാഹു ഹമാസിന് മുന്നറിയിപ്പും നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.